അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താ ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് പോവാം, പട്ടായ സ്ട്രീറ്റ്. ചെക്കന്മാരോട് പറയേണ്ട കാര്യമില്ലല്ലോ എവിടെയാണെന്നുള്ളത്. ഞാൻ വൈഫുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എന്നാലും ഞാൻ അവിടെ പോകുന്നുണ്ട്, പോയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബാ. പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്, പൂത്തുലഞ്ഞ്. കണവ ഫ്രൈ, കണവ അതൊക്കെ കഴിച്ചാൽ എനിക്ക് എപ്പോൾ ഇർഫാനെ ഓർമ്മ വരും. അപ്പോൾ ഈ പോകുന്ന വഴി മൊത്തം കുറേ സ്റ്റഫാണ് ഇതേപോലെ. അപ്പോൾ അപ്പുറത്തെ സൈഡ് കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിച്ച് അവരൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ചില്ലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാല്ലേ? എൻ്റെ മച്ചാന്മാരെ എവിടെ സീനാണ്. ഗൈസ്, ഞാനിങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. എനിക്ക് അധികം ഒന്നും പറയാനും മിണ്ടാനൊന്നും ഇല്ല. എവിടെ തിരിഞ്ഞാലും ഇപ്പം പിള്ളേർ പട്ടായ ഗേൾസ്. എൻ്റെ വൈഫുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര മാന്യനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെക്കന്മാർ വരേണ്ട അടുത്ത് പെണ്ണുപിള്ളായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ വരേണ്ടവരോട് ഒറ്റയ്ക്ക് വന്നോ, ഒറ്റയ്ക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പട്ടായ ബീച്ചിലൂടെ നടക്കുകയാണ് ഗൈസ്. നടന്ന് കുഴങ്ങി. ഫൈനലി വി റീച്ച്ഡ്. നമുക്കങ്ങനെ വീഡിയോസ് അങ്ങനെ അധികം എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ പോകുന്ന വഴിക്കിടയ്ക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ, മൊത്തമൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന ഒരാൾ മാജിക് ഷോ ഒക്കെ കാണിച്ചു. ദാറ്റ് വാസ് റിയലി ഫണ്ണി. ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫുഡ് ഹബിലേക്ക് വന്നു. അവിടെ വീണ്ടും മുതലേ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ മുതലേ ഫ്രൈ, റോസ്റ്റും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുകയാണ് അവർ. അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ കുറച്ച് വിയേർഡാണ്, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്, അങ്ങനെ പറഞ്ഞു. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ ഞാനും എൻ്റെ വൈഫും കൂടി ഇങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക. അങ്ങനെ നെക്സ്റ്റ് ഹബിലേക്ക് വന്നപ്പോൾ ഇവിടെ വീണ്ടും ലോബ്സ്റ്ററും പ്രോൺസും. അപ്പോൾ ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് അയാൾ പാക്ക് ചെയ്ത് നോക്കി നിന്നിട്ട് ദെൻ വി വൈൻഡ് അപ്പ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പോഴാണ് ഒരു ഗിറ്റാറിസ്റ്റിനെ കണ്ടത്. ആൻഡ് ഹി വാസ് റിയലി നൈസ്. ഞങ്ങളെന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നേക്കാണ്. ഈ വെള്ളത്തിന് വെറും 14 രൂപയുള്ളൂ.
ഇതിന് 20 രൂപ വരും. 20 ബാത്ത് അല്ലേ, 20 ബാത്ത്. സോറി, മാഗി മേടിക്കും. ഒരു മാഗി വെള്ളം അതെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നേരെ ഹോട്ടൽ റൂംസിൽ പോയിട്ട് അവിടെ പോയിട്ട് നല്ല ഫുഡ് അടിച്ച് കിടന്നു. നാളെ രാവിലെ അടുത്ത ലൊക്കേഷൻ. ഓക്കെ, ബൈ ബൈ.